അഡ്വക്കേറ്റ് ബാബു, എന്തായാലും മുനിസിപ്പൽ ചെയർപേഴ്സൺ പറഞ്ഞത് തൃപ്പൂണിത്തുറക്കാർക്ക് ആരോഗ്യകരമായിട്ടുള്ള ജീവിതം ഉറപ്പുവരുത്താനായി എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു കാട്ടിയത്. അതായത് വികസനത്തേക്കാൾ മുൻതൂക്കം നൽകിയത് അതിനായിരുന്നു എന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് 2 മാള് പണിതു എന്നുള്ളതാണ്. മറ്റ് പരാധീനതകളൊന്നുമില്ലേ? നേരത്തെ പറഞ്ഞതുപോലെ നിരവധി വാഗ്ദാനങ്ങൾ മുൻനിർത്തിയായിരിക്കുമല്ലോ വോട്ട് ചോദിച്ചതും അധികാരത്തിൽ എത്തിയതും. അല്ല, ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്തുയർന്ന് പ്രവർത്തിക്കാൻ ഈ ഭരണകൂടത്തിന് സാധിച്ചോ? തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും പ്രധാനം ഞാൻ നൽകുന്നത് താലൂക്ക് ആശുപത്രിക്കാണ്. ഏതാണ്ട് 85-100 വർഷത്തോളം പഴക്കമുള്ള താലൂക്ക് ആശുപത്രിക്ക് ഇന്ന് അവിടെ രോഗികൾ ധൈര്യത്തോടെ കടന്നു ചെല്ലാൻ മടിക്കുന്നൊരു സ്ഥലമാണ്. 2014 നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം 10 കോടി രൂപ നബാർഡ് വഴി താലൂക്ക് ആശുപത്രിക്ക് നൽകിയിരുന്നു അതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട്. അതിൽ 3 നിലയുടെ ഒരു പ്ലാനാണ് അന്ന് പാസ്സാക്കിയിരുന്നത്. പക്ഷേ ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണാധികാരികളുടെ 2 ടേമിലെ ഭരണാധികാരികളുടെ അനാസ്ഥ മൂലം അതിൻ്റെ പണി ആരംഭിക്കുന്നത് 2024 ഇപ്പോൾ അത് കേവലം 1 നിലയായിട്ട് ചുരുങ്ങി. അതായത് ആ പണം ഉപയോഗിച്ച് ഇപ്പോൾ അത് ചെയ്യാൻ പറ്റാണ്ട് വന്നു. ഇവരുടെ അനാസ്ഥ കൊണ്ട് മാത്രം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടത് വലിയൊരു ബിൽഡിംഗ് സമുച്ചയമാണ്. രണ്ടാമത്തത് അന്ധകാരത്തോട് 2019 പണി പൂർത്തിയാക്കിയിട്ട് വിനോദസഞ്ചാരത്തിന് വേണ്ടി മുനിസിപ്പാലിറ്റിയെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. വിനോദസഞ്ചാരം നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പണി ഇതുവരെ പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതിനിടയ്ക്ക് ആ പണി പൂർത്തിയാക്കാതെ അതേ കോൺട്രാക്ടറുടെ മകന് തന്നെ കോൺട്രാക്ട് കൊടുത്തുകൊണ്ടൊരു പാലം പണിയുകയും ആ പാലത്തിൽ കൃത്യമായിട്ടുള്ള സൂചകങ്ങൾ കൊടുക്കാത്തത് കൊണ്ട് ഒരു ചെറുപ്പക്കാരന് ജീവൻ നഷ്ടപ്പെട്ടു. ഒരു ചെറുപ്പക്കാരൻ ഇന്നും രക്തസാക്ഷിയായിട്ട് ജീവിക്കുന്നു. അതിൻ്റെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് 10 ലക്ഷത്തിലധികം, കഴിഞ്ഞ വർഷം വയ്ക്കാൻ പോയത് 25 ലക്ഷം ആണ് അതിൻ്റെ ക്ലീനിങ്ങിന് വേണ്ടി മാത്രം. ഓരോ വർഷവും മുനിസിപ്പാലിറ്റിക്ക് വൻ തുകയാണ് അന്ധകാരത്തോട് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തത്, ഇവിടെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് ഒരു MCF നിലവിലില്ല എന്നുള്ളതാണ്. 1.52 കോടി രൂപ, അതായത് ഏതാണ്ട് 1.5 കോടി രൂപയാണ് ഓരോ വർഷവും മാലിന്യ സംസ്കരണത്തിനായിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മറ്റ് പല മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഈ മാലിന്യം തരംതിരിച്ച് സംസ്കരിച്ച് അത് വിൽക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ലക്ഷക്കണക്കിന് ടണ്ണാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ടണ്ണ് വേർതിരിച്ച് കൃത്യമായിട്ട് വിൽപ്പന നടത്തിയിരുന്നുവെങ്കിൽ ഏതാണ്ട് 1 കോടിക്കടുത്ത് മുനിസിപ്പാലിറ്റിക്ക് വരുമാനമുണ്ടാകുമായിരുന്നു. അതുവഴി മുനിസിപ്പാലിറ്റിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് 2.5 കോടി രൂപയാണ് ഈ മാലിന്യ MCF കൃത്യമായിട്ട് പണിയാത്തത് കൊണ്ട്. നാലാമത്തത്, തൃപ്പൂണിത്തുറയിൽ നമ്മുടെ പ്രളയകാലം നമുക്കറിയാം. പ്രളയകാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകാത്ത അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ തൃപ്പൂണിത്തുറ. അത് നമ്മുടെ ആധുനിക ഭരണത്തിൻ്റെ പ്രത്യേകത കൊണ്ടൊന്നുമല്ല. രാജഭരണകാലത്ത് വളരെ പ്ലാനിങ്ങോടുകൂടി ഈ തൃപ്പൂണിത്തുറ നഗരം പൂർത്തിയാക്കിയത് കൊണ്ടാണ് വെള്ളക്കെട്ടിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടത്. പക്ഷേ ഈ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം ഏത് മഴ പെയ്താലും തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശൻ്റെ മുന്നിലൂടെ നടക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് അവിടെ നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് വലിയ കാന പണിതിട്ടുണ്ട്. ഈ വലിയ കാന പണിതിട്ടും ഇത്തവണ സംഭവിച്ചത്, ഇതുവരെ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ വെള്ളം കയറിയിരുന്നില്ല. ഇത്തവണ തൃപ്പൂണിത്തുറ അമ്പലത്തിലെ ഉത്സവത്തിന് വരെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നടക്കുന്ന അഴിമതിയാണ്. അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ ഈ കൗൺസിലർ ആയതിനു ശേഷം ഒരു 14.5 കോടി രൂപ നമ്മുടെ ചെയർപേഴ്സൻ്റെയും വൈസ് ചെയർമാൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പൽ എഞ്ചിനീയറുടെയും മുറി റിനോവേറ്റ് ചെയ്യാനായിട്ട് ചിലവാക്കിയിരുന്നു. അത് ഗവൺമെൻറ് ഏജൻസിയെ ഏൽപ്പിച്ചു എന്നാണ് ചെയർപേഴ്സൺ എന്ന് മറുപടിയായിട്ട് പറഞ്ഞത്. എന്തായാലും സംഭവിച്ചിരിക്കുന്നത്, കേവലം 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 2.5 ലക്ഷം രൂപ മാത്രം ചെലവിട്ട് വൈസ് ചെയർമാൻ്റെ മുറി റിനോവേറ്റ് ചെയ്യുന്നതിന് ഇവർ നൽകിയിരിക്കുന്ന കൊട്ടേഷൻ ഏതാണ്ട് 6.5 ലക്ഷം രൂപയുടെയാണ്. ഈ 6.5 ലക്ഷം രൂപ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാഡ്കോ എന്ന് പറയുന്ന ഗവൺമെൻറ് ഏജൻസിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ കാഡ്കോയിൽ ഞാൻ അന്വേഷിച്ച സമയത്ത് ഏതാണ്ട് 320 ആർട്ടിസാൻസ് യൂണിറ്റുകൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ രജിസ്റ്റർ ചെയ്ത പ്രൈവറ്റ് ഏജൻസികൾക്കാണ് കാഡ്കോ ഇത് കോൺട്രാക്ട് കൊടുക്കുന്നത്. ഞാൻ അതിൻ്റെ പുറകെ ചെന്ന് അന്വേഷിച്ച സമയത്ത് ഏതാണ്ട്
3 ലക്ഷം രൂപയ്ക്കാണ് 6 ലക്ഷം രൂപയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഏജൻസി എടുക്കുകയും ആ പ്രധാനപ്പെട്ട ഏജൻസിയുടെ പ്രൊമോട്ടർ ആരാണെന്ന് ഞാനിവിടെ പറയുന്നില്ല. കാരണം അത് അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ടാകും. എന്തായാലും തൽക്കാലത്തേക്ക് ഞാനത് വെളിവാക്കുന്നില്ല. എന്തായാലും ആ ഏജൻസിയെ മാത്രം ഏൽപ്പിക്കുകയും 6 ലക്ഷത്തിന് കരാർ ഏൽപ്പിക്കുകയും അവര് ഈ കൂട്ടത്തിലെ തന്നെ ചെറിയൊരു ഏജൻസിക്ക് 3 ലക്ഷം രൂപയ്ക്കാണ് കരാർ കൊടുത്തിരിക്കുന്നത്. ഈ 3 ലക്ഷം രൂപ കൈ നനയാതെ ഈ പറയുന്ന ഈ പ്രധാനപ്പെട്ട ഏജൻസിക്ക് അവിടെ കിട്ടുകയാണ്. അത് കറങ്ങിത്തിരിഞ്ഞ് റൊട്ടേറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ മുനിസിപ്പാലിറ്റിയിലേക്ക് എത്തും ആ 3 ലക്ഷം എന്ന് പറയുന്നത്. ഇതെല്ലാ കാര്യത്തിലും പോളപ്പായൽ നീക്കുന്നതിന് വേണ്ടിയിട്ട് 20 ലക്ഷം രൂപ ഞാനിന്ന് മുൻ കൗൺസിലിൽ പറഞ്ഞിരുന്നു. പോളപ്പായൽ നീക്കാനായിട്ട് പോളപ്പായൽ ഇല്ലല്ലോ ഇപ്പോൾ, ആ പോളപ്പായൽ വരും. 20 ലക്ഷം രൂപ, കേവലം 2 ലക്ഷം രൂപ പോലും ചെലവില്ലാത്ത ഒരെണ്ണത്തിന് വേണ്ടിയിട്ട് 20 ലക്ഷം രൂപ മാറ്റിവെച്ചിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ അഴിമതി. അതുപോലെ തന്നെ നമ്മുടെ ഇരുമ്പനത്ത് ഒരു ക്വാറി, കഴിഞ്ഞ 40 വർഷമായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു ക്വാറി, അവിടെ ജലം പ്യൂരിഫൈ ചെയ്ത് ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് 35 ലക്ഷം രൂപ മാറ്റിവെച്ചിരിക്കുകയാണ്. അതിനെയും ഞങ്ങൾ എതിർത്തു. ആ സമയത്ത് ഇവർ പറഞ്ഞത് അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അവിടെ എല്ലാ വീട്ടിലും വാട്ടർ കണക്ഷൻ ഉണ്ട്. അഡീഷണൽ ആയിട്ടൊരു പദ്ധതിയുടെ ആവശ്യമില്ല. അവിടെ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട വസ്ത്രങ്ങൾ പോലും അലക്കാനായിട്ടോ നനക്കാനായിട്ടോ ഈ ജലം ഉപയോഗിക്കാനായിട്ട് പോകുന്നില്ല. അതുമാത്രമല്ല, അവിടെ കൃഷിയൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ കൃഷിക്ക് വേണ്ടി കൊടുക്കാനാണെങ്കിലും അതെന്തായാലും ഭാഗ്യവശാൽ കോൺഗ്രസ് അതിന് കൂട്ടുനിന്നെങ്കിലും എന്തോ ഭാഗ്യവശാൽ അത് സംഭവിച്ചില്ല. അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് ഒരു പൈതൃക നഗരമാണ്. ഇത് അത്തച്ചമയത്തിന്റെ തന്റെ നാടാണ്. ഇത് പൂർണ്ണത്രയീശന്റെ ഉത്സവത്തിന്റെ നാടാണ്. കരിങ്ങാച്ചിറ പള്ളി, ഉദയംപേരൂർ സ്നേഹദോസ്, ഹിൽ പാലസ്, ഇതെല്ലാം അടങ്ങുന്ന വലിയൊരു വിനോദസഞ്ചാര കേന്ദ്രം, പൈതൃക സഞ്ചാര കേന്ദ്രം വാസ്തവത്തിൽ തൃപ്പൂണിത്തുറയിൽ വളർന്നു വരേണ്ടതായിരുന്നു. അതിന് പകരമായിട്ട് ആദ്യമായിട്ട് ഇവർ ചെയ്തത് RLB കോളേജ് തകർത്ത് കളഞ്ഞു. RLB കോളേജില് യേശുദാസ് പഠിച്ച കോളേജാണ്. ആ ബിൽഡിംഗ് ഇന്ന് നിലനിൽക്കാതെ അത് തകർത്ത് കളഞ്ഞു. അതിന് തൊട്ടടുത്ത് ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു 3 നില കെട്ടിടം ഉണ്ടായിരുന്നു, പുത്തൻ ബംഗ്ലാവ്. അത് തകർത്ത് കളഞ്ഞു. ഇന്നത് യൂദാസിന്റെ ശവപ്പറമ്പ് പോലെയാണ് ആ പുത്തൻ ബംഗ്ലാവ് ഇരുന്ന സ്ഥലം. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ. ആദ്യമായിട്ട് ഇവർ വന്നത് തന്നെ ഒരു വഞ്ചനയിലൂടെയാണെന്ന് ഞാൻ പറയും. കാരണം ഇവിടെ മെട്രോ റെയിലിന് മെട്രോ അധികാരികൾ 22 മീറ്ററിൽ ആ റോഡ് വികസിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു. ഇതിനു മുമ്പിലത്തെ ചെയർപേഴ്സൺ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കത്ത് കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി. മെട്രോയുടെ വികസനം മെട്രോ റോഡിന്റെ വികസനം ഞങ്ങൾ നടത്തിക്കോളാമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട രമാ സന്തോഷ് ചെയർപേഴ്സണായി വന്നതിന് ശേഷം ആ ഉത്തരവ് അങ്ങോട്ട് അതിൽ നിന്ന് പിന്മാറി. ആ പിന്മാറിയത് കൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോ റോഡിന്റെ വീതി കേവലം 16 മീറ്ററായി ചുരുങ്ങുകയും അതുപോലെ തന്നെ ആ മെട്രോ റോഡ് വാസ്തവത്തിൽ ഹിൽ പാലസ് റോഡുമായിട്ട് ബന്ധിപ്പിക്കുമായിരുന്നെങ്കിൽ വലിയൊരു ട്രാഫിക് പ്രശ്നം തീരുമായിരുന്നു. അതുപോലെ തന്നെ ബസ് ടെർമിനൽ കഴിഞ്ഞ 20-30 വർഷങ്ങളായിട്ട്, ഞാൻ കഴിഞ്ഞ 5 വർഷത്തെ കാര്യം മാത്രം സംസാരിക്കാം. കഴിഞ്ഞ 5 വർഷമായിട്ട് എല്ലാ ബജറ്റിലും 100 കോടി 50 കോടിയെല്ലാം മാറ്റിവെക്കുന്നുണ്ട്. അത് GCDയിൽ നിന്ന് കടം വാങ്ങിക്കുന്നു, സ്വകാര്യ ഏജൻസിയിൽ നിന്ന് ഞങ്ങൾ കടം വാങ്ങിക്കുന്നു. ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഇതുവരെ ബസ് ടെർമിനലിന് വേണ്ടി ഒരു ചെറുവിരൽ അനക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ബട്ട് മാളിന്റെ കാര്യം പറഞ്ഞു. മാള് 8 വർഷങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്ത് അത് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ ഇവർ കാണിച്ചൊരു ജാട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിരുന്നുവെങ്കിൽ അന്ന് തന്നെ പോകുമായിരുന്നു. അതിന് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10% സംവരണം പട്ടികജാതിക്കാർക്ക് കൊടുക്കണം. അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാറ്റം വരുത്തിയിട്ട് അത് മാളാക്കി മാറ്റി. ഞാൻ അന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ഞങ്ങളാണ് ഇത് ആദ്യം ചെയ്തത് എന്ന് വരുത്തണം. ഞങ്ങൾ ഒന്നാമത് ചെയ്തു. അങ്ങനെ ആ മാള് വഴി നമുക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടം, കഴിഞ്ഞ 8 വർഷമായിട്ട് രാമകൃഷ്ണൻ മാള്, അതിൽ 2 തിയേറ്റർ ഉണ്ട്. ആ തിയേറ്ററിൽ വിനോദ നികുതി കിട്ടേണ്ടതാണ്. ഏതാണ്ട് 90,000 രൂപയാണ് ഒരു ദിവസം കിട്ടേണ്ട വിനോദ നികുതി. ഇതെല്ലാം അടക്കം 45 ലക്ഷം മന്ത്ലി റെന്റ്. ഇതെല്ലാം അടക്കം ഈ 8 വർഷം കൊണ്ട് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് 72 കോടി രൂപയാണ്. അതുപോലെ തന്നെ ഇവിടെ രാമകൃഷ്ണൻ, ഇവിടുത്തെ തൊട്ടടുത്ത മാള്, അതിന് ഏതാണ്ട് 25 കോടിയാണ് വരുമാന നഷ്ടം. 100 കോടി രൂപയാണ് ഈ മുനിസിപ്പാലിറ്റിയുടെ ഈ ഭരണാധികാരികളുടെയും ഇതിനു മുമ്പുണ്ടായിരുന്ന ഭരണാധികാരികളുടെയും അനാസ്ഥ കൊണ്ട് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിക്കും ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇത് ഈ തുക ഞാൻ പറയാൻ കാരണം, കേവലം 50 കോടി രൂപയാണ് ഒരു വർഷത്തെ ബജറ്റ്. അതായത് 2 വർഷം മുനിസിപ്പാലിറ്റി നടന്നു പോകേണ്ട തുകയാണ് ഇവർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സുകുമാരമേനോൻ ആള്, ഇവിടുത്തെ സുകുമാരൻ മെമ്മോറിയൽ, അതുപോലെ തന്നെ നമ്മുടെ തിരുവാങ്കുളത്തുള്ള ഓഡിറ്റോറിയം, ഇതൊന്നും ഇതുവരെ പ്രവർത്തന സജ്ജമല്ല. ഇതെല്ലാം തകർത്ത് നശിപ്പിച്ചിരിക്കുകയാണ്.
അതുപോലെ ഇവിടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും ഇപ്പൊ ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഒരു കെട്ടിടം ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഈ ചെയർപേഴ്സൺ ഒരു കത്ത് എഴുതിയിട്ടുണ്ടെന്ന് പോലും എനിക്ക് സംശയമാണ് ഈ ഗവൺമെന്റിലേക്ക്. അത് ഇതുവരെ പ്രവർത്തന സജ്ജമായിട്ടില്ല. ഇവിടുത്തെ റോഡുകളുടെ വികസനം, മെട്രോ എല്ലാ സ്ഥലങ്ങളിലും 5 കിലോമീറ്റർ ചുറ്റളവിലെ റോഡ് മെട്രോയുടെ നിലവാരത്തിൽ, മെട്രോ റോഡുകളുടെ നിലവാരത്തിൽ ഉയർത്തിയ സമയത്ത് ഇവർ നിശബ്ദമായിട്ടിരുന്നു. അതുകൊണ്ട് തൃപ്പൂണിത്തുറയ്ക്ക് നഷ്ടപ്പെട്ടത് മെട്രോ നിലവാരത്തിലുള്ള, ഈ ടൗണിലെങ്കിലും മെട്രോ നിലവാരത്തിലുള്ള റോഡുകളാണ്. ഇത് കെടുകാര്യസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് വെള്ളങ്ങൾ ഇവിടെ കടത്തിന് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഫൈബർ വെള്ളങ്ങള് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയതാണ്. ഇന്നത് പ്രവർത്തനം സജ്ജമല്ല. വാട്ടർ കിയോസ്കുകൾ പണിത് വെച്ചിട്ടുണ്ട്, അതൊന്നും പ്രവർത്തന സജ്ജമല്ല. ഇതിനെല്ലാം മറുപടി ജനങ്ങൾ കേവലം 1 വർഷത്തിനുള്ളിൽ കൊടുത്തു. ആ 1 വർഷത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പില് ഭാരതീയ ജനതാ പാർട്ടിയുടെ 2 സ്ഥാനാർത്ഥികൾ CPM-ന്റെ സീറ്റ് പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അത് കൃത്യമായിട്ട് ജനങ്ങള് ഈ 5 വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന വിധിയെഴുത്തിന്റെ സൂചനയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കേവലം ഈ 5 വർഷം എന്ന് പറയുന്നത് ഒന്നും ചെയ്യാതെ വളരെ നിശബ്ദമായിട്ട് ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ വന്ന് ചില കാര്യങ്ങളൊക്കെ നടത്തുമെന്നുള്ളതല്ലാതെ ഈ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി ചിന്തിക്കാത്ത, പ്രവർത്തിക്കാത്ത, ഒരു ചെറുവിരൽ പോലും അനക്കാത്ത ഒരു മുനിസിപ്പൽ ഭരണസമിതിയാണ് ഈ 5 വർഷം തൃപ്പൂണിത്തുറ.